Good afternoon. Good afternoon, ma'am. നമ്മൾ CSSD ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ഇതിലെവിടെ വരെ പറഞ്ഞേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെ അല്ലെ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് 3 എണ്ണം പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. CSSDയിലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ വിതരണ സംവിധാനം എങ്ങനെയാണ്? അത് നമ്മൾ ലോണ്ട്രി ആൻഡ് ലിനൻ ഒക്കെ പഠിച്ചപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചില്ലേ? സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ CSSDയിലും ഇവിടെ വരുന്ന സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അല്ലെ, വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സിസ്റ്റം ഒരു 4 രീതിയിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ 4 ടൈപ്പ് ഏതാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ഫസ്റ്റ് വൺ ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. സെക്കൻഡ് വൺ ആണ് റിക്വസിഷൻ സിസ്റ്റം. തേർഡ് വൺ ഗ്രോസറി സിസ്റ്റം. ആൻഡ് ഫോർത്ത് വൺ ആണ് ക്വാട്ട സിസ്റ്റം. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് ഫസ്റ്റ് വൺ ആണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പോയിന്റ് വൈസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിന്റെ ഒരു മീനിങ് എന്താണ് അതിനുള്ളിൽ വരുന്നത് എന്നുള്ള ആ ഒരു മീനിങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഒരു CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ തരും. എന്നിട്ട് അതിൽ ഈ ഏത് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ഇങ്ങനെയുള്ള പ്രോസസ്സ് നടക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉൾപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കുന്നത് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. A sterilized article is provided at the CSSD issue counter in exchange for a used one at any time. ഇവിടെ ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ചില് അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ ഒരു ഐറ്റം വാങ്ങിച്ചു, നമുക്കത് വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാറ്? എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒക്കെ കാണാറില്ലേ? അപ്പൊ എങ്ങനെയാ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? പകരം വേറെ ഐറ്റം വാങ്ങും അല്ലെ. ഒന്ന് കൊടുത്തിട്ട് പകരം അതിന് പകരം എന്ത് ചെയ്യും? വേറെ ഐറ്റം വാങ്ങും. അതറിയാലോ, അതിന്റെ മീനിങ് എന്താന്ന് മനസ്സിലായില്ലേ? ഇവിടെയും ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ, ഉപയോഗിച്ചതായിട്ടുള്ള വസ്തുക്കളുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ഈ CSSD ഡിപ്പാർട്ട്മെന്റിലെ റിസീവിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഓരോ ഐറ്റംസും. അതായത് ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരാണ്, ഇപ്പൊ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസിന് ഉടനടി പെട്ടെന്നൊക്കെ ഒരു ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അന്നേരം നമ്മൾ ആ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ഒരു ഏത് സമയത്തും വരാം. ആ സമയത്ത് വരുമ്പോ ആ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റം അവിടെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു കൗണ്ടറിൽ നിന്ന്, ഇഷ്യൂ ചെയ്യുന്ന കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഏതാ ഏരിയയിൽ വരുന്നതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ വരുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഏരിയയിലുള്ള ആ ഇഷ്യൂ കൗണ്ടറിൽ നിന്നും അത് വിതരണം ചെയ്യുന്ന ആ ഒരു കൗണ്ടറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ ഒരു ഐറ്റം എന്ത് ചെയ്യാം? അവിടെ നിന്ന് കളക്ട് ചെയ്യാം. അതാണ് അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് പറയുന്നത്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഐറ്റം, ഒരു ഡർട്ടി അല്ലെങ്കിൽ അഴുക്കുള്ള അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റം കൊണ്ടു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റെറിലൈസ് ചെയ്ത അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത ഒരു ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് കൊണ്ടുവരുന്നു, വാങ്ങിക്കൊണ്ടുവരുന്നു. അതാണ് ഒരു എക്സ്ചേഞ്ച് വഴിയാണ് അല്ലെ. അവിടെ ഒരെണ്ണം യൂസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം അവിടെ കൊടുക്കുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ ക്ലീൻഡ് ആയിട്ടുള്ള ഒരെണ്ണം എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു. അത് ഏത് സമയത്തും, എനി ടൈം, ഏത് സമയത്തും നമുക്ക് ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിലെ ഇഷ്യൂ കൗണ്ടറിൽ നിന്നും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഐറ്റംസ് വാങ്ങിക്കാം. അതാണ് ഫസ്റ്റത്തെ ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. A sterilized article is provided at the CSSD issue counter. CSSD issue counter എന്ന് പറഞ്ഞാല് എവിടെയാണോ ആ സാധനം CSSD കൗണ്ടറിൽ അവിടെ വിതരണം ചെയ്യുന്ന ഒരു കൗണ്ടർ. ഓക്കെ, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്ന ഒരു കൗണ്ടറിൽ നിന്നും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുന്നു? അവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇൻ എക്സ്ചേഞ്ച് ഫോർ എ യൂസ്ഡ് വൺ, ഒരു യൂസ്ഡ് വണ്ണിന് പകരമായിട്ട് അല്ലെ, യൂസ്ഡ് വണ്ണിന് പകരമായിട്ട് ഉപയോഗിച്ചതായിട്ടുള്ള ഒന്നിന് പകരം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് CSSD ഇഷ്യൂ കൗണ്ടറിൽ നിന്നും എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു.
എനി ടൈം, ഏത് സമയത്തും ഈ ഒരു എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. കിട്ടിയോ? 4 രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. എന്താ ചെയ്യാ? എക്സ്ചേഞ്ച് ചെയ്യാണ്. അവിടെ ആ ഒരു മീനിങ് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. എക്സ്ചേഞ്ച് ചെയ്യാണ്, അതായത് യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ആ CSSD ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്ത ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. അവിടെ ഒരു എക്സ്ചേഞ്ച്, ഒരെണ്ണം കൊടുത്ത് മറ്റൊന്ന് വാങ്ങുന്നു. ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. ഏത് സമയത്തും നമുക്ക് ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ വഴി നമുക്ക് ഐറ്റംസ്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റമാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് റിക്വസിഷൻ സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റത്തിൽ പറയുന്നത് ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ users on a daily or regular basis and gathered by them at a CSSD counter. ഇനി ഇവിടെ അതായത് ഓരോ യൂസേഴ്സ് എന്ന് പറയുന്ന ആരാ? ആ ഉപയോഗിക്കുന്നതായിട്ടുള്ള അതാത് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, അവരാണ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ യൂസേഴ്സ് എന്ന് പറയുന്നത്, ഉപഭോക്താക്കൾ. അപ്പൊ അവര് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്ത് ചെയ്യുന്നു? അവരുടെ ഡിമാൻഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതക്കനുസരിച്ച് ഏതൊക്കെ ഐറ്റംസ്, ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് അവർക്ക് വേണ്ടത്, അതിനനുസരിച്ച് ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? CSSD കൗണ്ടറിൽ നിന്നും കളക്ട് ചെയ്യാം ഈ ആർട്ടിക്കിൾസ്. അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള ആർട്ടിക്കിൾസ് എന്ത് ചെയ്യാം? ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കളക്ട് ചെയ്യുക അല്ലെ, കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നുള്ള മീനിങ് ആണ്. അവർക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്ത് കൊണ്ടുപോകുക. അതാണ് റിക്വസിഷൻ സിസ്റ്റം. അവരുടെ റിക്വസ്റ്റിനനുസരിച്ച് അല്ലെ, അവരുടെ ആ ഒരു ഡിമാൻഡിനനുസരിച്ച് ഓരോ യൂസ് ചെയ്യുന്ന അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ അവർക്ക് വേണ്ടത്, അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് അവർക്ക് ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ വന്ന് ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ എന്ത് ചെയ്യാം? അവിടെ നിന്ന് ആ CSSD കൗണ്ടറിൽ നിന്നും ഐറ്റംസ് എന്ത് ചെയ്യാം? കളക്ട് ചെയ്ത് കൊണ്ടുപോകുക. അതാണ് റിക്വസിഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗ്യാദർഡ് ബൈ ദം അറ്റ് എ CSSD കൗണ്ടർ. CSSD കൗണ്ടറിൽ നിന്നും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസിസിൽ അവിടെ എന്ത് ചെയ്യാം? അവിടെ യൂസ് ചെയ്യുന്ന ഓരോ അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ ഐറ്റംസ് ആണോ വേണ്ടത്, അത് അവർക്ക് എന്ത് ചെയ്യാം? ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ വന്ന് എന്ത് ചെയ്യാം? ഡെയിലി അവർക്ക് ഗ്യാദർ ചെയ്യാം അല്ലെങ്കിൽ കളക്ട് ചെയ്യാം. അതാണ് റിക്വസിഷൻ സിസ്റ്റം. കിട്ടിയോ? റിക്വസിഷൻ സിസ്റ്റം ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഗ്രോസറി സിസ്റ്റം. ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് each user's demand for a specific period are delivered at suitable intervals regardless of whether the content have been used or not. ഇവിടെ ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്, ഗ്രോസറി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസറി എന്ന് പറയുന്നത് എന്താ ഗ്രോസറി എന്ന് പറയുന്നത്? നമ്മുടെ വീട്ടിലെ ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാറില്ലേ? സാധനങ്ങൾ അല്ലെ, അതായത് പലവ്യഞ്ജനം അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളൊക്കെയല്ലേ നമ്മൾ ഗ്രോസറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്രോസറി സിസ്റ്റം, അതായത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പലചരക്ക് സാധനങ്ങളൊക്കെ, അതായത് ഇപ്പൊ നമ്മൾ കടകളിൽ പോയി, ഇപ്പൊ നമ്മൾ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ ഇത്ര ഐറ്റം എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് എഴുതി നമ്മൾ ആ ഐറ്റംസ് വാങ്ങിക്കുക ചെയ്യാറ് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാണ്, നമ്മുടെ ഒരു കടയിൽ നമ്മൾ എല്ലാ മാസത്തേക്കും ഇന്ന ഐറ്റംസ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരണം എന്ന് നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ട്, ഐറ്റംസിന്റെ ലിസ്റ്റ് ഇത്ര കിലോ വേണം എന്നുള്ള ഒരു ലിസ്റ്റ് ഇട്ട് നമ്മളൊരു കടയിൽ കൊണ്ടു കൊടുത്തു, ഒരു പലചരക്ക് കടയിൽ കൊണ്ടു കൊടുത്തു. അവരെന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും ഇത്രാം എഴുതിയ ഒരു കറക്റ്റ് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് തന്നെ അവർ ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് എല്ലാ മാസവും ആ കൃത്യമായിട്ടുള്ള ദിവസം നമുക്ക് കൊണ്ടുവന്ന് തരും അല്ലെ. ഇപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് അവിടെ നമ്മൾ ആ ഒരു ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ വേണമെന്ന് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കാറുള്ള ആ ഒരു ലിസ്റ്റ്. അതിനനുസരിച്ച് അവർക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ അവരുടെ ആ ഒരു ആവശ്യകതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും
അവർക്ക് കൃത്യമായിട്ടുള്ള നിശ്ചിത ഇടവേളകളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു കാലയളവില് ഒരു ഇന്റർവെൽ വെച്ചിട്ട് ഒരു ഇടവേള വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, അവിടേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. കൃത്യമായി ഇടവേളകളിൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കും, സപ്ലൈ ചെയ്ത് കൊടുക്കും. അത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് അങ്ങനെ ആളുകള് നമ്മുടെ പലചരക്ക് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോ അതിന് മുൻപത്തെ മാസം നമുക്ക് കൊണ്ടുവന്ന ആ ലിസ്റ്റിലെ എല്ലാ സാധനങ്ങളും നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് അവർ ചോദിക്കാറുണ്ടോ? അവർ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ ആ ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ഇടവേളകളിൽ അവരെന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കുടെയും അവരുടെ ആ ഒരു ആവശ്യകതയ്ക്ക് അനുസരിച്ച് അവരുടെ ആ ഒരു ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസും നമ്മൾ ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നുണ്ട്. വിതരണം ചെയ്യുന്ന സമയത്ത് മുൻപ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ മുൻപ് വിതരണം ചെയ്ത് തന്ന ഐറ്റംസ് എല്ലാം ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് അവിടെ ചോദിക്കാറില്ല. ഓക്കെ, അപ്പൊ അവർ ഉപയോഗിക്കാതിരിക്കാം, അത് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ നിന്ന് എന്താണ്, എല്ലാ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ അവിടെ എന്ത് ചെയ്യും, നിശ്ചിതമായിട്ടുള്ള ഒരു കാലയളവില് അവിടെ എന്ത് ചെയ്യും, സ്പെസിഫിക് പീരിയഡിൽ അവിടെ എന്ത് ചെയ്യും, ഐറ്റംസ് അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്ത് കൊടുക്കും, ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അവിടെ വിതരണം ചെയ്ത് കൊടുക്കും. അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന് വായിച്ച്, ഗ്രോസറി സിസ്റ്റം ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് ഫോർ a specific period are delivered at suitable intervals. അവിടെ ഒരു നിശ്ചിത കാലയളവില് അല്ലെ, അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകൾ കണക്കാക്കി അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലോട്ടും അവരുടെ ആവശ്യകതകൾക്കനുസരിച്ചുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നുണ്ട്. regardless of whether the content has been used or not. അവിടെ എന്ത് മാനിക്കുന്നില്ല, അവരുടെ ആ ഒരു മുൻപ് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർ ചോദിക്കുന്നില്ല. മറിച്ച് നിശ്ചിതമായിട്ടുള്ള കാലയളവിൽ അല്ലെങ്കിൽ ഇടവേളകളിൽ ഇവിടെ കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടുന്ന് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്തും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതാണ് ഗ്രോസറി സിസ്റ്റം. കിട്ടിയ ഗ്രോസറി സിസ്റ്റം ക്ലിയർ ആയോ? ഗ്രോസറി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്, അവിടെ നമ്മുടെ ആ ഒരു പലചരക്ക് കട ആ ഒരു കേസ് വെച്ച് നിങ്ങളൊന്നും അങ്ങനെ ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട് ചെയ്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിക്കുക. അതായത് അതാത് മാസങ്ങളില് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഐറ്റംസും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ വിതരണം ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്, അവർക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ലിസ്റ്റിനനുസരിച്ച് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അതൊരു നിശ്ചിത ഇടവേളകളിലായിട്ടാണ് അവർക്ക് നടത്തുന്നത്. എല്ലാ ദിവസവും അല്ല, കൃത്യമായിട്ടുള്ള ഇടവേളകൾ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ദിവസങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാലയളവ് വെച്ചിട്ട് അതിനനുസരിച്ചാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുൻപ് തന്നിരിക്കുന്ന ഐറ്റംസ്, ഇതിന് മുൻപത്തെ ആ ഒരു സമയത്ത് തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ ചെക്ക് ചെയ്യില്ല. മറിച്ച് എന്താ, ഓരോ പ്രാവശ്യവും അവർക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എന്ത് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റത്തില് pre-arranged stock levels of different items for each user unit are maintained by the delivery personnel from CSSD through frequent deliveries. Frequent delivery എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീക്വന്റ് ഡെലിവറി പതിവായിട്ട് അല്ലെ, ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ പതിവായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡെലിവറി ചെയ്യുന്നത് ആരാണ്, അത് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ആള് അവിടുത്തെ ഡെലിവറി പേഴ്സണൽ അല്ലെ, ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടാവുമല്ലോ. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രീ അറേഞ്ച്ഡ്, അതായത് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവല്, അതായത് പല ഡിഫറെന്റ് ആയിട്ടുള്ള പല ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവലാണ് ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് മുൻകൂട്ടി കൊടുക്കുന്ന, അതായത് മുൻകൂട്ടി ക്രമീകരിക്കുക എന്ന് പറയുന്നത് അവിടെ നിന്ന് മുൻകൂട്ടി അവരുടെ ഏതൊക്കെ ഐറ്റംസ് ആണ് അവർക്ക് ഷോർട്ടേജ് ഉള്ളത്, അവരുടെ ഡിപ്പാർട്ട്മെന്റില് ഉപയോഗിച്ച് തീർന്നതായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് ഷോർട്ടേജ് വരുന്നത് എന്നുള്ള കാര്യങ്ങളുടെ ആ ഒരു ലിസ്റ്റ് മുൻകൂട്ടി കൊടുക്കുകയും അതിനനുസരിച്ച് മുൻകൂട്ടി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, പലതരത്തിലുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവൽ നിർത്തുകയും
ആ സ്റ്റോക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡെലിവറി പേഴ്സണൽസ് ഉപയോഗിച്ചിട്ട് ഓരോ ഏരിയയിലേക്കും ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എന്ത് ചെയ്യുന്നത്, ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഓൾറെഡി എന്താണ്, പ്രീ അറേഞ്ച്ഡ് ആണ്, അതായത് മുൻകൂട്ടി ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആണ്. അത് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണ് ഷോർട്ടേജ് ഉള്ളത് എന്നതിനനുസരിച്ച് അവരിൽ നിന്നും നേരത്തെ തന്നെ അവരുടെ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളും എടുത്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി അത് ക്രമീകരിച്ച് വെച്ച ഒരു സ്റ്റോക്ക് ആണ്. അതെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പതിവായിട്ട് തന്നെ അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഡെലിവർ ചെയ്യുന്ന ആ സ്റ്റാഫ് അവരെന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എത്തിച്ചു നൽകുന്നു. അപ്പൊ അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഒന്നിനും ഒരു ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെലിവറി പേഴ്സണൽസ് കൃത്യമായിട്ടുള്ള ലിസ്റ്റുകൾ പ്രകാരം അവർക്ക് മുൻകൂട്ടി അവരുടെ ആ ഒരു സ്റ്റോക്ക് നിശ്ചയിക്കുകയും അതിനനുസരിച്ച് എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആക്കി അവർക്ക് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് അത് ഡെലിവർ ചെയ്യുന്നു, കൃത്യമായിട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാട്ട സിസ്റ്റം ഒന്നും കൂടി പറയണം. ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽസ് ആണ്. അതായത് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവല്. അതിന് ആ ഒരു സ്റ്റോക്ക്, അതായത് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കിൽ എന്തൊക്കെ ഉണ്ടാവും, ഡിഫറെന്റ് ഐറ്റംസ് ആയിരിക്കും. അതായത് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ട് വേണ്ട പല ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരിക്കും ഈ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണ് ആവശ്യകതകൾ ഉള്ളത്, അവിടെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഷോർട്ടേജ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവരിൽ നിന്നും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരിക്കും ഈ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു, അങ്ങനെ മുൻകൂട്ടി ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് തയ്യാറാക്കി നൽകി എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അവിടുത്തെ ഡെലിവർ ചെയ്യുന്ന സ്റ്റാഫുകൾ മുഖേന ഓരോ ഡിപ്പാർട്ട്മെന്റിലും പതിവായിട്ട് അവിടെ വിതരണം ചെയ്യുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം. കിട്ടിയോ? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ഡെലിവറി പേഴ്സണൽ ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവറീസ്. ഓരോ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവൽ അനുസരിച്ച് പല ഐറ്റംസും ഉൾപ്പെടുത്തി ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായിട്ടുള്ളവ ഏതാണ് എന്നുള്ളത് മുൻകൂട്ടി കണ്ടെത്തി മുൻകൂട്ടി നിശ്ചയിച്ച് അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് തയ്യാറാക്കി ഡെലിവറി സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, പതിവായിട്ട് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വിതരണം ചെയ്യുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം. കിട്ടിയോ? ക്വാട്ട സിസ്റ്റം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതിന് ആ ഒരു ഉള്ളിൽ വരുന്ന ഒരു മീനിങ് അനുസരിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അത് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ആ ഒരു സെന്റൻസ് വൈസ് തന്നെ കൊടുത്തിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ ഓരോന്നും എങ്ങനെയാണ് ഇതിന്റെ പേരുകള്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണ്, അതിന്റെ 4 പേരുകളും ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഇത്രയുമാണ് ആ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ് CSSDയിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണ്, അതിന്റെ ആ 4 പേരുകൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന ഓരോ സെന്റൻസും എടുത്ത് എഴുതിയിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, CSSDയിൽ വരുന്ന ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അതിൽ ചോദിക്കുക. ഓക്കെ, ആ 4 ക്ലിയർ ആയ എല്ലാവർക്കും? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നമ്മൾ പറയാറില്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും അവസാനം ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ചാപ്റ്ററിന്റെ എൻഡില് നമ്മൾ പഠിക്കാറുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ മോണിറ്ററിംഗിൽ പറയുന്നത് വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ കേട്ടോ. വർക്ക് പ്രാക്ടീസസ് must be overseen. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് നിരീക്ഷിക്കേണ്ട, മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നിരീക്ഷിക്കുക അല്ലെ, അവരുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് CSSDയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ കീഴിൽ, അതായത് അതിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരുടെ നിരീക്ഷണത്തിലായിരിക്കണം, അഡ്മിനിസ്ട്രേഷന്റെ ഒരു നോട്ടത്തിലായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് CSSDയിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രോസസ്
പ്രോസസ്സുകളും ഇതിൽ പ്രധാനമായിട്ടും വരുന്ന പോയിന്റ് ഒക്കെ ഇതിലും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, അവിടെ വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. വർക്ക് പ്രാക്ടീസസ്, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെ, അവരുടെ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ എന്ത് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടിയിൽ, അല്ലെങ്കിൽ ആരാണ് അത് ചെയ്യേണ്ടത്? ആൾക്കാര് അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതാണ്. വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. ഓവർസീൻ ചെയ്യാന്ന് പറയുന്നത് എന്താ, മേൽനോട്ടം വഹിക്കുക. വർക്ക് പ്രാക്ടീസസ് തൊഴിൽ പരിശീലനങ്ങൾ അല്ലെ, തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കുക. Written policies procedures must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting items and for handling sterile supplies. എന്താണ് രണ്ടാമതായി പറഞ്ഞത്? റിട്ടൺ പോളിസീസ്, അതായത് പോളിസി, നയങ്ങളും നടപടിക്രമങ്ങളും അല്ലെ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവര് ആ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത്, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇങ്ങനെയായിരിക്കണം ഇന്ന ഡിപ്പാർട്ട്മെന്റ്, CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ എന്തിലാണ് കിടക്കുന്നത്, അതിലുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസിയിലും പ്രൊസീജിയറിലും നയങ്ങളിലും നടപടിക്രമങ്ങളും ഉണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത്, അവിടുത്തെ എല്ലാ വർക്കുകളും ചെയ്യുന്ന ആളുകൾ ആരാണ്? അവിടുത്തെ പേഴ്സണൽസ് അല്ലെ, അവിടുത്തെ ജീവനക്കാരല്ലേ. അപ്പൊ ആ ജീവനക്കാരാണ് ഇത് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അവരെന്തിനൊക്കെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിരിക്കും? അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തരവാദിത്തം. റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദി. ആരാണ് ഉത്തരവാദി അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആളുകൾ ആരാണ്? എല്ലാ പേഴ്സണൽസും, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരും ഇത് കറക്റ്റ് ആയിട്ട് പാലിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇനി എങ്ങനെയാണ് അവർ പാലിക്കേണ്ടത്? അവിടെ വരുന്ന ഓരോ ഐറ്റംസും കൃത്യമായ രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ എന്താണ്, സപ്ലൈസ്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പോളിസിയിലും പ്രൊസീജിയറിലും പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഇതിൽ ഓരോ പ്രവൃത്തികളും ചെയ്യാനായിട്ട്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? ഉത്തരവാദിത്തത്തോടുകൂടി അത് ചെയ്യേണ്ട വ്യക്തികൾ ആരാണ്? എല്ലാ പേഴ്സണൽസും, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരും അതിന് ഉത്തരവാദിത്തമുള്ളവരാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ അവർ പറയുന്ന കാര്യം. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഈ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓരോ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം, അതുപോലെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഓരോ എക്യുപ്മെന്റ്സും ഹാൻഡിൽ ചെയ്യണം. കൈകാര്യം ചെയ്യുന്ന സംബന്ധമായിട്ട് അവിടെ എന്ത് ചെയ്യുക, അവർ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും നയങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ട് ആരാണ് പാലിക്കേണ്ടത്? അവിടെയുള്ള ഓരോ ജീവനക്കാരും അത് വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം ഇനി CSSD ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് അതിനെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്നവരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, if sterility cannot be attained or maintained, the system has failed. failed എന്നാണ് കേട്ടോ. അപ്പൊ അവിടെ ആ ഒരു സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അണുനശീകരണം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഫെയിൽഡ് ആണ് അല്ലെ, തെറ്റാണ്. അപ്പൊ ഇവിടെ എന്താ, സ്റ്റെറിലിറ്റി, അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു അണുനശീകരണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അണുനശീകരണം കൃത്യമായ രീതിയിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണ്? അത് തെറ്റായിരിക്കും അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റെറിലിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പൂർണ്ണമാവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്? ഫെയിൽഡ് ആണ്. അത് സക്സസ്ഫുൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗില്
അപ്പൊ അവിടെ എന്തൊക്കെയാ തൊഴിൽപരമായിട്ടുള്ള പരിശീലനങ്ങള് മേൽനോട്ടം വഹിക്കുക. രണ്ടാമത് പറഞ്ഞ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരും ഓരോ ഐറ്റംസും അവിടെ വരുന്ന സ്റ്റെറിലൈസേഷന് വരുന്ന ഓരോ ഐറ്റംസും അതിനെ സ്റ്റെറിലൈസ് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടുള്ള പോളിസിയും പ്രൊസീജിയറും ഒക്കെ അനുസരിച്ച് അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ആയിരിക്കണം ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഒരു സ്റ്റെറിലിറ്റി. അവിടെ ആ ഒരു എക്യുപ്മെന്റ് വഴി നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സ്റ്റെറൈൽ ആയില്ല അല്ലെങ്കിൽ അണുനശീകരണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഫെയിൽഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയോ? അത് എത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ പോയിന്റ്സും വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തുന്ന അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഇതിനെല്ലാം ഒരു മേൽനോട്ടം വയ്ക്കലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവിടെ അഡ്മിനിസ്ട്രേഷൻ മോണിറ്ററിംഗിന് കീഴിൽ വന്നിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ CSSD വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും തന്നെ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആരുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആരുടെ മേൽനോട്ടത്തിലുള്ളതായിരിക്കും? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് അവർ മേൽനോട്ടം വഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഓരോ CSSD ഓരോ പ്രോസസ്സിനും ആരുടെ കീഴിൽ തന്നെയായിരിക്കും? അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് ചെയ്യുന്നത്. നോക്കി, ഫസ്റ്റ് പോയിന്റ് ആണ് ഡീകണ്ടാമിനേറ്റിംഗ് terminally sterilization and cleaning all reusable items of disposable items. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ്, എല്ലാ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പൊ ഡിസ്പോസ് ചെയ്യാൻ പ്ലാസ്റ്റിക്കോ പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്ത് ഉപയോഗിച്ചൂടെ? അല്ലെ, മറ്റെന്തെങ്കിലും ആയിട്ട് എടുത്തുന്ന റീയൂസബിൾ ആക്കി നമുക്ക് പിന്നീടും വേറെ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ റീയൂസ് ചെയ്യാൻ, അതായത് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്പോസിബിൾ ഐറ്റംസിൽ നിന്നും ഇങ്ങനെയുള്ള റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിന്റെ നേതൃത്വം നൽകുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ് അതിനെ മോണിറ്ററിംഗ് ചെയ്യുന്നത്. അപ്പൊ ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനലി സ്റ്റെറിലൈസേഷൻ ആൻഡ് ക്ലീനിങ് ഓൾ റീയൂസബിൾ ഐറ്റംസ് ഓഫ് ഡിസ്പോസിബിൾ ഐറ്റംസ്. ഡിസ്പോസിബിൾ ആക്കുന്ന ഐറ്റംസിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതാണ് റീയൂസബിൾ ഐറ്റംസ് എന്ന് പറയുന്നത്. അങ്ങനെ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുന്നു, അതിനെ ക്ലീൻ ചെയ്യുന്നു, ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. ഓക്കെ. സെക്കൻഡ് പോയിന്റ് ആണ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. അപ്പൊ ഇവിടെ പാക്ക് ചെയ്യുന്നത് അല്ലെ, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഓരോ ഐറ്റംസിനെയും പാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ് അതുപോലെ തന്നെ ലേബലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് ആരുടെ മോണിറ്ററിംഗിലായിരിക്കും അത് ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേറ്റർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ് കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്യുന്നുണ്ടോ, ലേബൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് ആരുടെ നേതൃത്വത്തിലായിരിക്കും അല്ലെങ്കിൽ ആരാണ് അത് മോണിറ്റർ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് അത് മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ദ സ്റ്റെറിലൈസർ. ആ സ്റ്റെറിലൈസർ എന്ന് പറയുന്ന ആ ഒരു മെഷീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് ചെയ്ത് കൊടുക്കും അല്ലെ, സ്റ്റെറിലൈസേഷൻ ചേമ്പറിലേക്ക് വെച്ചു കൊടുക്കും. അതിനുശേഷം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം അല്ലെ, അതാണ് അൺലോഡിംഗ് എന്ന് പറയുന്നത്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ദി സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസറിലേക്ക് ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അത് ലോഡ് ചെയ്യുന്നു അല്ലെ. നമ്മുടെ വാഷിംഗ് മെഷീൻസ് ഒക്കെ ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ ലോഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് അൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് ആ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സിലും ആര് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ എന്ന് പറയുന്ന ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഉപകരണം ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ആ കൃത്യമായ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്, അതുപോലെ കറക്റ്റ് ടൈമിംഗ് ആണോ അത് ഫോളോ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരും മോണിറ്റർ ചെയ്യുന്നുണ്ടാവും? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്ത് നിന്ന്
മോണിറ്ററേഷൻ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. അത് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ സൈക്കിൾ നടക്കുന്ന ആ ഒരു സമയത്ത് അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ, പ്രഷർ വേരിയേഷൻ എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് എടുത്തത് എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളുമായി ബന്ധപ്പെട്ട അവിടെയുള്ള പ്രഷർ, ടൈം, ടെമ്പറേച്ചർ ആൻഡ് ടൈമിംഗ് ഒക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? അഡറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ. അഡറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്തുടരുക അല്ലെങ്കിൽ പാലിക്കുക. ഓക്കെ, അഡറിംഗ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക അല്ലെങ്കിൽ പാലിക്കുക. ടു സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷാ നടപടിക്രമങ്ങളും പ്രതിരോധ പരിപാലന പ്രോട്ടോകോളുകളും ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പിന്തുടരുക അല്ലെങ്കിൽ പാലിക്കുക. അഡ്ഹറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ. ആ CSSD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ നടപടിക്രമങ്ങളും പ്രതിരോധ പരിപാലന പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ട് അത് പാലിക്കുകയും അതുപോലെ തന്നെ അത് പിന്തുടരുകയും ചെയ്യുക. അതാണ് അഡറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾസ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഓരോ ഐറ്റംസും എന്ത് ചെയ്യുന്നു, കൃത്യമായി ക്ലീൻ ആയിട്ടുള്ള ഇടങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. റെഡി ഫോർ യൂസ് അതായത് ഇപ്പൊ തന്നെ ഇപ്പൊ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ നടന്നു കഴിഞ്ഞ ഐറ്റംസ് എന്ത് ചെയ്യുന്നു, ഹാൻഡ്ലിംഗ് ചെയ്യണം അല്ലെ, കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ സ്റ്റെറൈൽ ഐറ്റംസും ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ് ആണ് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് എങ്ങനെയുള്ള ഏരിയയിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, സ്റ്റെറിലൈസേഷൻ നടന്ന അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് മാത്രമേ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുക, സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, കണ്ടാമിനേഷൻ ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ സ്റ്റെറൈൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അത് എങ്ങോട്ട് തന്നെയായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ടു സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയ ഓരോ ഏരിയയിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാ ഇതിൽ വരുന്ന പോയിന്റ്സ്? അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിന് വരുന്ന പോയിന്റ് എന്തൊക്കെയാ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. അവിടെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് അതെന്ത് ചെയ്യുക, അതിനുള്ളിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസിനുള്ളിൽ റീയൂസബിൾ ആയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, റീയൂസബിൾ ഐറ്റംസ് ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്യുക, ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുക. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. പാക്ക് ചെയ്യുക, ഇത് വരുന്ന ഐറ്റംസ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്, ലേബലിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസറിലേക്ക് എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്ത ഓരോ ഐറ്റംസും സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷൻ ചേംബറിലേക്ക് ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് കയറ്റി വിടുന്നു. നെക്സ്റ്റ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഓരോ എക്യുപ്മെന്റ്സും ആ സ്റ്റെറിലൈസർ ആ ഒരു ഉപകരണത്തിൽ നിന്നും എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം അല്ലെ. അതാണ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. ആ സ്റ്റെറിലൈസേഷന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തനം നടക്കുന്നു. അപ്പൊ അത് ആ ഒരു സൈക്കിള്, ഓരോ സൈക്കിളും ഇത്ര മിനിറ്റ് ഉള്ള ഓരോ സൈക്കിളുകൾ പൂർത്തിയാക്കുന്നു. പവർ ആ ഒരു ഓപ്പറേഷൻ സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. ഓരോ സൈക്കിളും റെക്കോർഡുകൾ, അതായത് സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ അവിടെ വരുന്ന ടെമ്പറേച്ചർ, പ്രഷർ, ടൈമിംഗ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, അത് ഡിസ്പ്ലേ ചെയ്യുകയും പ്രദർശിപ്പിക്കുക. നെക്സ്റ്റ് വരുന്നത് എന്താ പറഞ്ഞേ? അഡ്ഹറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ. അവിടെ സുരക്ഷാ നടപടിക്രമങ്ങളും പ്രതിരോധ പരിപാലന പ്രോട്ടോകോളുകളും പാലിക്കുക അല്ലെങ്കിൽ എന്താണ്, പിന്തുടരുക. അല്ലെങ്കിൽ അഡ്ഹറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പാലിക്കുക അല്ലെങ്കിൽ പിന്തുടരുക.
നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറിലൈസ് ചെയ്ത ഓരോ ഐറ്റംസും ക്ലീൻ ആയിട്ടുള്ള റാക്കുകളിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് എന്താ? ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് തയ്യാറായിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ നടത്തിയ ഓരോ ഐറ്റംസും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറിലൈസ് ചെയ്ത ഓരോ ഐറ്റംസും അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യേണ്ടത് സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഏരിയയിലേക്ക് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുക? സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഏരിയ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റും? കണ്ടാമിനേഷൻ, വീണ്ടും കണ്ടാമിനേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത ഓരോ ഐറ്റംസും സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു വളരെ ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ ആയിട്ടുള്ള വൃത്തമാക്കിയ ഓരോ ഏരിയകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾമോസ്റ്റ് CSSD വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഓക്കെ, അതിൽ ക്ലിയർ ആവാത്ത പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗം, ചെറിയൊരു ഭാഗം കൂടി ഉള്ളൂ. നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSSD മാനേജർ ഓർ ഇൻചാർജ്. ഇവിടെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSSD മാനേജർ ഓർ ഇൻചാർജ്. അപ്പൊ അതില് കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ നോക്കിയേ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD-യുടെ ആ ഒരു CSSD എന്ന് പറയുന്ന ആ ഒരു എൻ്റയർ ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഡിപ്പാർട്ട്മെന്റിലെ മൊത്തത്തില് അല്ലെ, ഓവറോൾ എന്ന് പറയുമ്പോൾ ആ മൊത്തത്തില് സൂപ്പർവിഷൻ ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക. മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തി ആരാണ്? CSSD മാനേജർ ആണ്. CSSD എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അതിന്റെ സൂപ്പർവിഷൻ ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത്? CSSD മാനേജർ ആണ്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദി CSSD ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് CSSD മാനേജർ ആയിരിക്കും. രണ്ടാമത് പറയുന്നത് ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ എത്രയാണ് ടെമ്പറേച്ചർ, എങ്ങനെയാണ് അവിടുത്തെ പ്രഷർ വേരിയേഷൻ, അതുപോലെ തന്നെ അവർക്ക് ഏത് ടൈമിംഗ് എത്രയാണ്, എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക. മൂന്നാമത്തെ നോക്കിയേ, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, ഗൈഡിങ് മാർഗനിർദ്ദേശങ്ങൾ നൽകുക, ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ് പരിശീലനങ്ങളും നൽകുക. CSSD-യിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവരെ മേൽനോട്ടം വഹിക്കുക, അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും നൽകുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി സമയ വിവര പട്ടികകൾ. അതായത് അവരുടെ ഒരു ഡ്യൂട്ടി ചെയ്യാൻ, അതായത് ഒരു സ്റ്റാഫ് അവരുടെ ഏത് ഡ്യൂട്ടിയാണോ അവർ ചെയ്യേണ്ടത് അത് അവർക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഓരോരുത്തർക്കും ഇന്ന ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ജോലിയാണ് അവർ ചെയ്യേണ്ടത്. അതുപോലെ ഇത്ര സമയം മുതൽ ഒരു ടൈമിംഗ് ഉണ്ടാവുമല്ലോ, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് അവർ ജോലി ചെയ്യേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട, അപ്പൊ ജോലിയും ആ സമയവുമായി ബന്ധപ്പെട്ട എല്ലാ വിവര പട്ടികകളും ഉൾപ്പെടുന്ന ഒരു റെക്കോർഡാണ് എന്താണ്? ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്യൂട്ടി റോസ്റ്ററിൽ അവിടെ ആ ഒരു ജോലി സമയ വിവര പട്ടികകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. അതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ള ജോലികള്, അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുക. ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ദെൻ അലോട്ടിംഗ് റിസോഴ്സസ്. അലോട്ട് ചെയ്യാന്ന് പറയുന്ന അനുവദിക്കുക അല്ലെ. റിസോഴ്സ് എന്ന് പറയുന്ന വിഭവങ്ങൾ അല്ലെ. അപ്പൊ എന്താ വിഭവം? ഇവിടെ വരുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള മെഷീൻസോ കാര്യങ്ങളോ, ഇതിന്റെ സൗകര്യത്തിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ്, എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? അനുവദിക്കുക. അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? ആവശ്യകതകൾക്കനുസരിച്ച് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അനുവദിച്ച് നൽകുക. ഇതാണ് അലോട്ടിംഗ് റിസോഴ്സസ്. അവിടെ അവൈലബിൾ ആവാതെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യകതകൾക്കുള്ള എല്ലാ വിഭവങ്ങളും അവിടെ എന്ത് ചെയ്യുക? അനുവദിച്ചു നൽകുക. അത് CSSD മാനേജർ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, ചിലവ് ചുരുക്കുന്ന അല്ലെ, ചിലവ് നിയന്ത്രിക്കുന്ന ആ ഒരു നടപടിക്രമങ്ങൾ
അതുമായി ബന്ധം ചിലവ് നിയന്ത്രിക്കുന്ന ആ ഒരു നടപടിക്രമം. ടു സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മ പരിശോധനകൾ നടത്തുക. അപ്പൊ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്, അവിടെ പെർഫോം ചെയ്യുന്ന സ്റ്റെറിലൈസർ പെർഫോം ചെയ്യുന്ന ആ നമ്പർ ഓഫ് സൈക്കിൾസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് അവിടെ സൂക്ഷ്മ പരിശോധനകൾ നടത്തി എത്രത്തോളം അവിടുത്തെ അവർ ചിലവിനെ നിയന്ത്രിക്കാനായിട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. അതാണ് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു scrutinize and decrease the number of cycles. അവിടെ വരുന്ന ഓരോ സ്റ്റെറിലൈസറും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നമ്പർ കുറയ്ക്കുക, ആ ഒരു സൈക്കിളിന്റെ നമ്പർ കുറയ്ക്കുക. അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധനകളൊക്കെ നടത്തി കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, അവിടെ ചിലവ് നിയന്ത്രിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക, അത് നടപ്പിലാക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. അവിടെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുടെയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപഭോഗ വസ്തുക്കളുടെയും എന്ത് ചെയ്യുന്ന ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? വിവരപ്പട്ടികകൾ അല്ലെ, വിവരപ്പട്ടികകൾ മാനേജ് ചെയ്യുക. അതാണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. അവിടെ ഉപയോഗിക്കുന്ന ഉപഭോക്തൃ വസ്തുക്കളുടെയും മറ്റ് സാധനങ്ങളുടെയൊക്കെ ഇൻവെന്ററി, അതായത് വിവരപ്പട്ടികകൾ മാനേജ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്? CSSD മാനേജർ ആണ്. അപ്പൊ നോക്കി ആ പോയിന്റ്സ് ഒക്കെ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? CSSDയില് മൊത്തത്തില് CSSD ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തില് സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് CSSD മാനേജർ ആയിരിക്കണം. രണ്ടാമതായി പറഞ്ഞ എന്താ? ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ നടത്തുന്ന ആ ഒരു സൈക്കിളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക. മൂന്നാമതായി പറഞ്ഞ എന്താ? അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട് അവരെ മേൽനോട്ടം വഹിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, പരിശീലനങ്ങളും നൽകുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താ? ഡ്യൂട്ടി റോസ്റ്റർ. ഓരോ ജോലിക്കാരുടെയും ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവർ ഇന്ന ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, എത്ര സമയം വരെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് അലോട്ടിംഗ് റിസോഴ്സുകൾ അനുവദിക്കുക. അവിടെ മെഷീൻസ് വേണം, പുതിയ മെഷീൻസ് വേണം, അവർക്കുള്ള ആ ഒരു സൗകര്യം അനുസരിച്ച് പുതിയ മെഷീൻസ് വേണമെങ്കിൽ അത് അനുവദിക്കുക. സ്റ്റാഫുകളാണ് കൂടുതൽ വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള അനുമതികൾ നൽകുക. അപ്പൊ അതാണ് അലോട്ടിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. അവിടെ ആ ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളും ചെയ്യുന്ന ആ ഒരു സൈക്കിളിന്റെ ആ ഒരു നമ്പർ കുറച്ചുകൊണ്ട് സൂക്ഷ്മ പരിശോധനകൾ നടത്തി അവർക്ക് എത്രത്തോളം ചിലവ് നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നടപ്പിലാക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഉപഭോക്തൃ വസ്തുക്കളുടെയും മറ്റു സാധനങ്ങളുടെയൊക്കെ വിവരപ്പട്ടികകൾ മാനേജ് ചെയ്യുക. ഇത്രയും കാര്യങ്ങള് ആരുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? CSSD മാനേജർ അല്ലെങ്കിൽ CSSD ഇൻചാർജിന്റെ കീഴിൽ വരുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. കിട്ടിയോ? ഈ പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇന്നെടുത്ത ചാപ്റ്ററിൽ ഇന്നെടുത്ത ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണോ അതുകൊണ്ട് പറയേണ്ടത്? ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് റിക്വസിഷൻ സിസ്റ്റം ഏതാ ചോദിച്ചിരിക്കുന്ന? റിക്വസിഷൻ സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്? അവിടെ CSSD കൗണ്ടർ ഉണ്ടാവും അല്ലെ. CSSDയില് ഓരോ ഐറ്റംസും വിതരണം ചെയ്യാനൊരു ഇഷ്യൂ കൗണ്ടർ ഉണ്ടാവുമല്ലോ, വിതരണം ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ടാവും. ആ വിതരണം ചെയ്യുന്ന കൗണ്ടറിൽ നിന്നും അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് ഏതൊക്കെ ഐറ്റംസ് ആണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതിൽ അവർക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസിസിൽ ആ CSSD കൗണ്ടറിൽ വന്ന് അവർക്ക് അത് കളക്ട് ചെയ്യാവുന്നതാണ്. അതാണ് റിക്വസിഷൻ സിസ്റ്റം. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ്. അവിടെ ഉപയോഗിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടെ ഡിമാൻഡിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ ബേസിസിൽ അവർക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസിസിൽ അവർക്ക് CSSD കൗണ്ടറിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യാം? ഈ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഗ്യാദർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ശേഖരിക്കാം, കളക്ട് ചെയ്യാം. ഓക്കെ, റിക്വസിഷൻ സിസ്റ്റം ക്ലിയർ ആയോ? ഓക്കെ, ക്വാട്ട സിസ്റ്റം
pre-arranged stock levels of different items from each user unit are maintained by delivery personnel from CSSD through frequent deliveries. ഇവിടെ ക്വാട്ട സിസ്റ്റത്തിലോ ഒരു പ്രീ അറേഞ്ച്ഡ്, അതായത് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവലാണ്. അങ്ങനെ മുൻകൂട്ടി ക്രമീകരിക്കുമ്പോൾ അതിനുള്ളിലെ എല്ലാ ഐറ്റംസും ഡിഫറെന്റ് ആയിട്ടുള്ള, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ഐറ്റംസ്, പല വിധത്തിലുള്ള ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രീ അറേഞ്ച്ഡ് ഒരു സ്റ്റോക്ക് ആണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ മുൻകൂട്ടി അങ്ങനെ ക്രമീകരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണ് അവരുടെ ഷോർട്ടേജ് വരുന്നത്, അവർക്ക് എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, അവരുടെ ഓൾറെഡി സ്റ്റോക്കുള്ള ഐറ്റംസ് അല്ലല്ലോ, അവർക്ക് സ്റ്റോക്ക് കുറഞ്ഞുള്ള ഐറ്റംസ് അല്ലേ ഇനി വേണ്ടി വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് കുറഞ്ഞ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി അവരിൽ നിന്നും കളക്ട് ചെയ്ത് ആ ഒരു എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കളക്ട് ചെയ്തതിനു ശേഷം അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ പല ഐറ്റംസും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് സെറ്റ് ചെയ്യും, അതായത് മുൻകൂട്ടി ക്രമീകരിക്കും. ആ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, ഡെലിവറി പേഴ്സണൽസ്, ഡെലിവറി ചെയ്യുന്ന ആ CSSD-യുമായി ബന്ധപ്പെട്ട് ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകൾ അവർക്ക് എന്ത് ചെയ്യും, ഫ്രീക്വന്റ്ലി ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്ത് കൊടുക്കുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. നോട്ട്സ് എടുത്തോ വേഗം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, size and location of CSSD, size and location of CSSD, size and location of CSSD differs. Size and location of CSSD differs, DIFFERS, differs according to dash. Size and location of CSSD differs according to dash. According to dash. എന്താണ് ഇതിന്റെ ആൻസർ? എന്താ? Size and location of CSSD differs according to dash. വെരി ഗുഡ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, അതിന്റെ ആൻസർ ആണ് കേട്ടോ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which of the following is a function of CSSD? Which of the following is a function of CSSD? Which of the following is a function of CSSD? Which of the following is a function of CSSD? Option A, to supply sterilized materials. Option A, to supply sterilized materials. To supply sterilized materials. To supply sterilized materials. Option B, to avoid duplication of expensive equipments. Option B, to avoid duplication of expensive equipments. To avoid duplication of expensive equipments. To avoid duplication of expensive equipments. Option C, to execute. Option C, sorry, to exhibit. Option C, to exhibit and impose. To exhibit and impose. To exhibit and impose control. To exhibit and impose control necessary to avert
control necessary to avert, 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 ഒഴിവാക്കാം. necessary to avert cross infection, necessary to avert cross infection. Option D, all of the above. Option D, all of the above. Option D, all of the above. ഏതാണ് വരുന്നത്? വെരി ഗുഡ്, ഓപ്ഷൻ ഡി അല്ലെ, ഓൾ ഓഫ് ദി എബോവ്. ഇല്ല, ബാക്കി പറഞ്ഞ 3 ഓപ്ഷൻസും ഏതിൽ വരുന്നതാണ്? CSSDയിലെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്, ആൻഡ് സി പറഞ്ഞത് ഏതാ? ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ഏത് വേർഡാ പറയണ്ടേ? അവോർട്ട് ആണോ? AVERT, AVERT, avert. Okay. Third question. Expand SSI. Expand SSI. Capital letter ലാണ്ടോ? SSI. Expand SSI. എന്താണ് SSI എന്ന് പറഞ്ഞാല്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ? SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വെച്ചോ, എക്സ്പാൻഡ് ETO. ETO എക്സ്പാൻഡ് ചെയ്ത ETO എന്താ? എക്സ്പാൻഡ് ഫോം എന്താ? എക്സ്പാൻഡ് ETO. ആ ക്വസ്റ്റ്യനുള്ളിൽ തന്നെ എഴുതിക്കോട്ടാ, അതിന്റെ കൂടെ എഴുതിക്കോ, എക്സ്പാൻഡ് ETO. എന്താ ETO? അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താ? എഥിലിൻ ഓക്സൈഡ് മെഷീൻ അല്ലെ? എഥിലിൻ ഓക്സൈഡ് മെഷീൻ, എഥിലിൻ ഓക്സൈഡ് മെഷീൻ. ETHYLENE, എഥിലിൻ ഓക്സൈഡ്, OXIDE, ഓക്സൈഡ് മെഷീൻ, എഥിലിൻ ഓക്സൈഡ് മെഷീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is a machine. Dash is a machine. Dash is a machine which is used for. Dash is a machine which is used for. Dash is a machine which is used for cleaning surgical tools. Cleaning surgical tools. Dash is a machine which is used for cleaning surgical tools. Very good. Ultrasonic washer അല്ലെ? അൾട്രാസോണിക് വാഷർ മെഷീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാ? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് അൾട്രാസോണിക് വാഷർ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. അതൊന്ന് ആരോ ഇട്ടാണ്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് താഴേക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, ഒരു ഫ്ലോ ചാർട്ട് പോലെ. ഓക്കെ, അത് നേരെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഫസ്റ്റ് എഴുതേണ്ടത് റിസീവിംഗ് ഏരിയ, ഫങ്ഷണൽ ഏരിയാസ് പറയുന്നത്. റിസീവിംഗ് ഏരിയ ഒരു അര മാർക്ക് ഇട്ടിട്ട് എഴുതുക. നെക്സ്റ്റ് എഴുതാം ക്ലീനിങ് ഏരിയ. ക്ലീനിങ് ഏരിയയിൽ നിന്നും ഒരു അര മാർക്ക് ഇട്ട് എഴുതുക. പാക്കിംഗ് ഏരിയ, നമ്മൾ 3 എണ്ണം പറഞ്ഞു. റിസീവിംഗ് ഏരിയ ഒരു അര മാർക്ക് ഇട്ട് എഴുതുക. ക്ലീനിങ് ഏരിയ, ക്ലീനിങ് ഏരിയയിൽ നിന്നും ഒരു ആരോ മാർക്ക് ഇട്ട് എഴുതുക. പാക്കിംഗ് ഏരിയ, പാക്കിംഗ് ഏരിയയിൽ നിന്നും ഒരു ആരോ മാർക്ക് ഇട്ട് എഴുതുക. ഡാഷ്. ഓക്കെ, ഡാഷ് ഏത് ഏരിയ ആണ്? സ്റ്റെറിലൈസേഷൻ ഏരിയ അല്ലെ? സ്റ്റെറിലൈസിങ് ഏരിയ. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിച്ചാലും കിട്ടുമല്ലോ നിങ്ങൾക്ക്. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ ഓപ്ഷനിൽ നിന്ന്. അതിനിടയിൽ ഇടയിലുള്ള ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയിട്ട് അത് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനും ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ റിസീവിംഗ് ഏരിയ കഴിഞ്ഞു, ക്ലീനിങ് ഏരിയ കഴിഞ്ഞു, പാക്കിംഗ് ഏരിയ കഴിഞ്ഞ് സ്റ്റെറിലൈസിംഗ് ഏരിയ വന്നു. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഏരിയ ഏതാ? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഏരിയ സ്റ്റോറേജ് ഏരിയ അല്ലെ? സ്റ്റോറേജ് ഏരിയ കേട്ടോ. ഫ്ലാഷ് ഏരിയ ആരാ പറഞ്ഞേ? നവനീത. ഫ്ലാഷ് ഏരിയ എന്തിലാ വരുന്നേ? ഏതിലാ വരുന്നേ? ഫ്ലാഷ് സ്റ്റെറിലൈസർ ഏതിലാ വരുന്നേ? ഓക്കെ, അത് നോക്കി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വന്നു പോവാം. അതിപ്പോ നമ്മളിപ്പോ നോക്കിയിട്ടില്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ പഠിച്ച് കംപ്ലീറ്റ് അല്ലേ ആയുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യണം, ഇപ്പൊ അതിനനുസരിച്ച് ഓരോ ഓട്ടോക്ലേവ് അതൊക്കെയുള്ള ഓരോ ടൈപ്പ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ, അത് സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ ആ ടൈപ്പ് ഏതൊക്കെയാണ് അല്ലെ ആ ഒരു മെത്തേഡ് ഏതൊക്കെയാന്ന് പഠിച്ചു കഴിയുമ്പോൾ കിട്ടിക്കോളും കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് അത് ഓരോന്നും ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കാനുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഉള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ എന്തെങ്കിലും ക്ലൂ കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം കഴിഞ്ഞ് നമ്മുടെ CSST എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, ആംബുലൻസ് സർവീസ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംബുലൻസ് സർവീസ്. നിങ്ങളുടെ ചാപ്റ്റർ 28 ആണ് അല്ലെ കിടക്കുന്നത്? 28 എന്നല്ലേ കിടക്കുന്നത് നമ്പർ? മൊഡ്യൂൾ വൈസ് 28 അല്ലേ കിടക്കുന്നത്? ഓക്കെ, നമുക്ക് പേപ്പർ വൈസ് ആണ് 11 പേപ്പറിന്റെ സെക്കൻഡ് പേപ്പറിൽ 11ാമത്തെ ചാപ്റ്റർ ആണ് കിടക്കുന്നത്. അപ്പൊ ആംബുലൻസ് സർവീസ്. അപ്പൊ അതിൽ ആംബുലൻസ് സർവീസ് ഒന്ന് നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you. Thank you.